Hello my dear students, welcome to the 10th session of Industrial Relation. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ സ്ട്രൈക്ക് ലോക്കൗട്ട്സിനെ കുറിച്ചൊക്കെ നമ്മൾ പറഞ്ഞിരുന്നു. ഇന്ന് നമ്മൾ അതിൻ്റെ കോൺസിക്വൻസസിനെ കുറിച്ചാണ് പറയുന്നത്. ദാറ്റ് മീൻസ് സ്ട്രൈക്ക് ആൻഡ് ലോക്കൗട്ട്സ് എന്നൊക്കെ പറയുന്നത് നേരത്തെ തന്നെ തീരുമാനിച്ചതിനനുസരിച്ചിട്ടാണ് സ്ട്രൈക്ക് ലോക്കൗട്ട്സൊക്കെ ചെയ്യാൻ പാടുള്ളൂ. അല്ലാതെ രീതിയിൽ നമ്മളുടെ എംപ്ലോയീസിന് തോന്നിയ പോലെ സ്ട്രൈക്കിംഗ് ലോക്കൗട്ട്സൊക്കെ നടത്തി കഴിഞ്ഞാൽ ദാറ്റ് ഈസ് കൺസിഡർഡ് ടു ബി ഇല്ലീഗൽ. അപ്പോൾ അങ്ങനെയുള്ള ഇല്ലീഗലായിട്ടുള്ള സ്ട്രൈക്കിംഗ് ലോക്കൗട്ട്സൊക്കെ ഫോം ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് അതിൻ്റെ കോൺസിക്വൻസസ്, അനന്തരഫലങ്ങൾ എന്തൊക്കെയാണ്? അതിൽ ആദ്യം പറയുന്നത് പെനാൽറ്റി ഫോർ ഇല്ലീഗൽ സ്ട്രൈക്സ്. ഇപ്പോൾ നമ്മൾ എന്തെങ്കിലും ഒരു അവകാശം നമ്മുടെ മാനേജ്മെൻറ്റിനടുത്ത് ഉന്നയിച്ചു, അവരത് വേണ്ട രീതിയിൽ കൈകാര്യം ചെയ്യുന്നില്ല ഇല്ലെങ്കിൽ കൺസിഡർ ചെയ്യുന്നില്ല എന്ന് പറയുമ്പോൾ നമ്മൾ എംപ്ലോയീസിനൊരു വാർണിംഗ് കൊടുക്കാം. ഇത്ര ദിവസത്തിനുള്ളിൽ, നിയമം അത് പറയുന്നുണ്ട്, ഇത്ര ദിവസത്തിനുള്ളിൽ നമ്മൾ പറഞ്ഞ അവകാശങ്ങൾ നിങ്ങൾ കൃത്യമായിട്ട് അതിനുള്ളൊരു ഉത്തരം തന്നില്ല എന്നുണ്ടെങ്കിൽ അത് ഇത്ര ദിവസം കഴിഞ്ഞിട്ട് നമ്മൾ അതിനുള്ള എതിർപ്പ് സ്ട്രൈക്ക് എന്നുള്ള രീതിയിൽ പ്രകടിപ്പിക്കും എന്നുള്ള കാര്യം സൂചിപ്പിക്കുകയാണ്. അപ്പം നമ്മൾ പറഞ്ഞ ദിവസത്തിനുള്ളിൽ അവരത് റിപ്ലൈ തന്നില്ലെങ്കിൽ അപ്പോൾ സ്ട്രൈക്ക് ഫോം ചെയ്യാം. അങ്ങനെയാണ്, മുൻകൂട്ടി തീരുമാനിച്ച പോലെയാണ് സ്ട്രൈക്ക് ഫോം ചെയ്യാൻ പറ്റുള്ളൂ, പണ്ടത്തെ പോലെയല്ല. പക്ഷേ അതൊന്നും വകവയ്ക്കാതെ എംപ്ലോയീസ് പെട്ടെന്നൊരു സ്ട്രൈക്കോ ലോക്കൗട്ട്സോ ഫോം ചെയ്ത് കഴിഞ്ഞാൽ അതിനെ ഇല്ലീഗൽ സ്ട്രൈക്ക് ആൻഡ് ഇല്ലീഗൽ ലോക്കൗട്ട്സ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ എംപ്ലോയി ഏതെങ്കിലും സാഹചര്യത്തിൽ ഇങ്ങനെയുള്ള ഇല്ലീഗലായിട്ടുള്ള സ്ട്രൈക്ക് നടത്തി കഴിഞ്ഞാൽ അത് പണിഷബിളാണ്. 1 മാസം വരെ ഇംപ്രസൺമെൻറ്റും ഫൈന് 50 രൂപ വരെയും ഉണ്ടാവാം. ഓരോ ദിവസം 50 രൂപ വെച്ചിട്ട്. ഇപ്പോൾ ഈ ഫൈൻ എമൗണ്ടൊക്കെ ചെറുതാണെങ്കിലും നമ്മൾ വിചാരിക്കും ഇതൊക്കെ കൊടുത്തിപ്പോൾ 1 മാസം കഴിഞ്ഞാലും സ്ട്രൈക്ക് നടത്താമല്ലോ. അതല്ല അതിൽ കാര്യം. അങ്ങനെ ഒരു ഇംപ്രസൺമെൻറ്റ് ഫോം ചെയ്യുകയോ അതുപോലെ തന്നെ ഇതുപോലെ ഇല്ലീഗലായിട്ടുള്ളൊരു കാര്യത്തിന് ഫൈൻ ചെയ്യുകയോ ചെയ്യുമ്പോൾ അത് അവരുടെ കരിയറിനെ ബാധിക്കുക ചെയ്യുക. അതൊരു ബ്ലാക്ക് മാർക്കാണ്. പിന്നീട് അവർ വേറൊരു ഓർഗനൈസേഷനിലേക്ക് ജോലി മാറിപ്പോവുകയോ അല്ലെങ്കിൽ ഈ ഓർഗനൈസേഷനിൽ തന്നെ ജോലി കണ്ടിന്യൂ ചെയ്യാനായിട്ട് പോകുന്ന സമയത്ത് എന്തെങ്കിലും അവർക്ക് ഫേവറബിൾ ആയിട്ടുള്ളൊരു പ്രൊമോഷനോ ഒരു ഇൻക്രിമെൻറ്റോ വരുന്ന സമയത്ത് ഇത് ഒരു തടസ്സമായിട്ട് മാറും. അപ്പോൾ അതാണ് ഇത് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് വളരെ കെയർഫുൾ ആയിരിക്കണം ഇങ്ങനത്തെ കാര്യങ്ങളിൽ. പിന്നെ പെനാൽറ്റി ഫോർ ഇല്ലീഗൽ ലോക്കൗട്ട്സ്. എന്തെങ്കിലും കാരണം കൊണ്ട് മുൻകൂട്ടി സൂചിപ്പിക്കാതെ പെട്ടെന്ന് ഒരു ലോക്കൗട്ട് നടത്തി കഴിഞ്ഞാൽ അതിനെ ഇല്ലീഗലായിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. അതിനും ഇംപ്രിസൺമെൻറ്റ് 1 മന്ത് വരെയും ഫൈന് 1000 rupees വരെയും, ചിലപ്പോൾ രണ്ടും ഇംപ്രിസൺമെൻറ്റും ഫൈനും കൂടി ഉണ്ടാവാം. ഇനി പെനാൽറ്റി ഫോർ ഇൻസ്റ്റിഗേഷൻ എന്ന് വെച്ചാൽ പ്രേരിപ്പിക്കുക. ഒരു സ്ട്രൈക്കിലോ ലോക്കൗട്ടിലേക്ക് ചേരാൻ വേണ്ടിയിട്ട് മറ്റുള്ളവരെ പ്രേരിപ്പിക്കുകയാണെങ്കിൽ ആ പ്രേരണാ കുറ്റത്തിനും എന്താണ്, അതും ഇല്ലീഗലാണ്. അതാണ് ഇൻസ്റ്റിഗേഷൻ എന്ന് പറയുന്നത്. ആ പ്രേരണയും ഇല്ലീഗലാണ്. അത് ഇംപ്രിസൺമെൻറ്റ് നമുക്ക് 6 months വരെ ഉണ്ടാവാം, ഫൈന് 1000 rupees വരെ ഉണ്ടാവാം. ചിലപ്പോൾ ഇംപ്രിസൺമെൻറ്റും ഫൈനും ഒരുമിച്ചും ആവാം. ഇനി ഇല്ലീഗലായിട്ടുള്ള സ്ട്രൈക്കോ ലോക്കൗട്ടോ നടത്തുന്നതിന് എന്തെങ്കിലും ഫിനാൻഷ്യൽ സപ്പോർട്ട് ആരെങ്കിലും കൊടുക്കുകയാണെങ്കിൽ അതിനും പെനാൽറ്റി ഉണ്ടാവും. സോ അതിന് ഈ പറയുന്ന പോലെ 6 മാസത്തെ കാലയളവിലുള്ള ഇംപ്രിസൺമെൻറ്റ് പിന്നെ 1000 രൂപ വെച്ചിട്ടുള്ള ഫൈന് അല്ലെങ്കിൽ രണ്ടും കൂടി ഉണ്ടാവും. സോ ഇതൊക്കെയാണ് നമ്മൾ ഇല്ലീഗലായിട്ടുള്ള സ്ട്രൈക്കോ ലോക്കൗട്ടോ നടത്തി കഴിഞ്ഞാൽ ഉണ്ടാവുന്ന കോൺസിക്വൻസസ്, പെനാൽറ്റീസ് ആയിട്ട്. ഇനി നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളത് ഇൻഡസ്ട്രിയൽ കോൺഫ്ലിക്റ്റ്. ഡിസ്പ്യൂട്ട് എന്ന് വെച്ചാൽ തർക്കമാണ്. എംപ്ലോയി തമ്മിൽ എന്തെങ്കിലും ഒരു കാര്യത്തെ ചൊല്ലിയുള്ള തർക്കമാണ്. ആ തർക്കം പിന്നീട് സംഘർഷത്തിന് വിധേയമാവും. അതാണ് കോൺഫ്ലിക്റ്റ്. ഇൻഡസ്ട്രിയൽ കോൺഫ്ലിക്റ്റ് എന്ന് വെച്ചാൽ സംഘർഷം. ഈ പറയുന്ന ഡിസാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള എംപ്ലോയീസും മാനേജ്മെൻറ്റും തമ്മിൽ എന്തെങ്കിലും അവരുടെ റിലേഷൻഷിപ്പിനെ ബന്ധപ്പെട്ടുകൊണ്ട് ഉണ്ടാവുന്നതാണ് കോൺഫ്ലിക്റ്റ്. അത് ചിലപ്പോൾ അവരുടെ വേജുകളെ കുറിച്ചിട്ടോ, വേജ് പേയ്മെൻറ്റ് റെഗുലർ ആക്കുന്നതിനെ കുറിച്ചിട്ടോ അല്ലെങ്കിൽ വേജ് ഇൻക്രീസ് ചെയ്യുന്നതിനെ കുറിച്ചിട്ടോ ഉള്ള രീതിയിലൊക്കെ ആയിരിക്കും. അപ്പോൾ ഇങ്ങനെയുള്ള കോൺഫ്ലിക്റ്റിൻ്റെ പ്രത്യേകത വെച്ച് കഴിഞ്ഞാൽ എന്തായാലും കോൺഫ്ലിക്റ്റിൽ 2 പാർട്ടീസ് ഉണ്ടാവണം. അവർക്ക് 2 പേർക്കും മ്യൂച്വലി എക്സ്ക്ലൂസീവ് ഗോൾസ്, 2 പേർക്കും പൊരുത്തപ്പെടാൻ പറ്റാത്ത രീതിയിൽ 2 ഗോൾസ് ഉണ്ടായിരിക്കും, വാല്യൂസ് ആൻഡ് ഇവൻറ്റ്സ് ഉണ്ടാവും. അപ്പം കോൺഫ്ലിക്റ്റ് ഉണ്ടാവുന്നത്, സംഘർഷം ഉണ്ടാവുന്നത് 2 പേരുടെയും വ്യത്യസ്തമായിട്ടുള്ള കാഴ്ചപ്പാട് കൊണ്ടാണ്. പിന്നെ കോൺഫ്ലിക്റ്റിൽ 2 പേർക്കും യോജിക്കാൻ പറ്റാത്ത രീതിയിലുള്ള ബിഹേവിയർ ഉണ്ടാവും. പിന്നെ ഈ പറയുന്ന പോലെ കോൺഫ്ലിക്റ്റ് ഒന്നില്ലെങ്കിൽ ലാറ്റൻ്റ് അല്ലെങ്കിൽ ഓവേർട്ട് ലെവലിലാണ് ഫോം ചെയ്യുന്നത്. ആ ലാറ്റൻ്റ് ഓവേർട്ട് ലെവൽ നമ്മൾ പിന്നീട് വിശദമായിട്ട് പഠിക്കുന്നുണ്ട്.
പിന്നെ ഈ കോൺഫ്ലിക്റ്റ് ഒരു സൈഡ് നോക്കുകയാണെങ്കിൽ ഈ പറയുന്ന പോലെ ഏറ്റുമുട്ടാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ അല്ലെങ്കിൽ പിന്നെ ഏതെങ്കിലും റിസോഴ്സുകൾ അക്വയർ ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റി ആയിട്ടാണ് കണക്കാക്കുന്നത്. ഒരു ഓർഗനൈസേഷനിൽ കോൺഫ്ലിക്റ്റ് ഉണ്ടാവുന്നത് സ്വാഭാവികമാണ്, അത് അബ്നോർമൽ ഒന്നുമല്ല. ഇപ്പം നമ്മൾ ഒരു സൊസൈറ്റിയിൽ എങ്ങനെയാണോ ഇതുപോലെ തന്നെ കോൺഫ്ലിക്റ്റ് ഉണ്ടാവുന്നത്, ആൾക്കാരെ ഇടപഴകുന്ന സമയത്ത് കോൺഫ്ലിക്റ്റ് ഉണ്ടാവുന്നത്, അതേപോലെ തന്നെ ഓർഗനൈസേഷനിലും എംപ്ലോയീസും മാനേജ്മെൻറ്റൊക്കെ ഇടപഴകുന്ന സമയത്ത് കോൺഫ്ലിക്റ്റ് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. ഓക്കെ, ഇനി നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളത് ഈ കോൺഫ്ലിക്റ്റിൻ്റെ ലെവലാണ്. ഇപ്പോൾ നമ്മൾ പെർഫോമൻസും ലെവൽ ഓഫ് പെർഫോമൻസും ലെവൽ ഓഫ് കോൺഫ്ലിക്റ്റും തമ്മിലുള്ള ഒരു ഗ്രാഫ് നോക്കുകയാണെങ്കിൽ അതിൽ നമുക്ക് എക്സ് ആക്സിസിൽ ലെവൽ ഓഫ് കോൺഫ്ലിക്റ്റ്, വൈ ആക്സിസിൽ ലെവൽ ഓഫ് പെർഫോമൻസ്. ഓക്കെ, സോ അതിൽ നമുക്ക് 3 പോയിൻറ്റ്സ് വരുന്നുണ്ട്, പോയിൻറ്റ് എ, ബി ആൻഡ് സി. ഇതിൽ നമുക്ക് പോയിൻറ്റ് എ ആൻഡ് പോയിൻറ്റ് സിയിൽ നോക്കുകയാണെങ്കിൽ 2 എക്സ്ട്രീംസ് ആണ്. ഈ 2 എക്സ്ട്രീംസിലും ഇപ്പോൾ നമുക്ക് പോയിൻറ്റ് എയിലാണെങ്കിൽ കോൺഫ്ലിക്റ്റ് ലോ ആണ്, ഓഫ് കോഴ്സ് പെർഫോമൻസും ലോ ആണ്. പക്ഷേ പോയിൻറ്റ് സിയിലാണെങ്കിൽ കോൺഫ്ലിക്റ്റ് ഹൈ ആണ്, അപ്പോഴും പെർഫോമൻസ് ലോ ആണ്. ഓക്കെ, അപ്പോൾ ആ രീതിയിലാണ് വന്നിരിക്കുന്നത്. അതെങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ആദ്യം നമുക്ക് പോയിൻറ്റ് എയിൽ നമ്മൾ കോൺഫ്ലിക്റ്റും ലോ ആണ്, പെർഫോമൻസ് ലോ ആണെന്ന് പറഞ്ഞു. കാരണം ഈ പറയുന്ന മാനേജ്മെൻറ്റും എംപ്ലോയീസും തമ്മിൽ മ്യൂച്വൽ ആയിട്ടുള്ള ഒരു പരസ്പരം ബന്ധമുള്ള ഒപ്പീനിയൻസ് ഉള്ളൊരു സമയമാണ്. ദാറ്റ് മീൻസ് ഒരു സേഫർ സൈഡിലാണെന്ന് പറയാം. രണ്ടുപേരും തമ്മിൽ അങ്ങനെ ഒരു മാറ്റത്തിനൊന്നും വിധേയമാവാതെ ഒരു സേഫർ സൈഡിൽ ഒതുങ്ങി നിൽക്കാൻ, പുതിയ ചാലഞ്ചസ് ഒന്നും അവർ അഡാപ്റ്റ് ചെയ്യുന്നില്ല, പുതിയ ഐഡിയാസ് ഒന്നും നോക്കുന്നില്ല. അപ്പോൾ അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ കോൺഫ്ലിക്റ്റും ഇല്ല, പെർഫോമൻസും ഇല്ല. ഓക്കെ, അതാണ് പോയിൻറ്റ് എയിൽ വരുന്നത്. ഇനി അടുത്ത എക്സ്ട്രീം പോയിൻറ്റിൽ പോയിൻറ്റ് സി അല്ലേ, എ മുകളിൽ ബി താഴെ സി. ആ എക്സ്ട്രീം പോയിൻറ്റ് സിയിൽ അവിടെ നോക്കുമ്പോൾ കോൺഫ്ലിക്റ്റ് ഹൈ ആണ്, പെർഫോമൻസ് ലോ ആണ്. ഇവിടെ ഈ പറയുന്ന എംപ്ലോയീസ് അവർ എന്ത് ചെയ്യുന്നില്ല, അവർ മാനേജ്മെൻറ്റ് പറയുന്ന ഒന്നും അഗ്രി ചെയ്യുന്നില്ല. മാനേജ്മെൻറ്റ് എംപ്ലോയീസ് തമ്മിൽ കോപ്പറേഷൻ വളരെ കുറവാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ ഡിസിപ്ലിൻ ഒന്നും നടക്കുന്നില്ല. ഓക്കെ, അപ്പോൾ അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ സ്വാഭാവികമായിട്ടും ഓർഗനൈസേഷൻ പ്രൊഡക്ടിവിറ്റിയും കുറയുന്നു, അപ്പോൾ പെർഫോമൻസും കുറയുന്നു. പക്ഷേ നമ്മളുടെ പോയിൻറ്റ് ബിയിൽ നോക്കുകയാണെങ്കിൽ അതൊരു ഒപ്റ്റിമം ലെവൽ ഓഫ് കോൺഫ്ലിക്റ്റ് ആണ്. അവിടെ എന്തില്ല, അവിടെ നമ്മളുടെ കോൺഫ്ലിക്റ്റ് ലെവല് മോഡറേറ്റ് ആണ്. ഓക്കെ, പെർഫോമൻസ് പക്ഷേ ഹൈ ആണ്. അതാണ് ചിന്തിക്കേണ്ടത്. അപ്പോൾ ഇവിടെ ഈ പറയുന്ന മോഡറേറ്റ് ലെവലിലെ കോൺഫ്ലിക്റ്റിൽ പെർഫോമൻസ് ഹൈ ആവാനുള്ള കാരണം ഈ പറയുന്ന എംപ്ലോയീസ് എന്ത് ചെയ്യുന്നില്ല, അവർ പഴഞ്ചൻ ചിന്താഗതിക്കൊന്നും താല്പര്യപ്പെടുന്നില്ല. അവർ മാനേജ്മെൻറ്റ് പറയുന്ന കാര്യങ്ങളൊന്നും ചിന്തിക്കാൻ താല്പര്യപ്പെടുന്നില്ല. അവർ പുതിയ പുതിയ ഐഡിയാസ് നോക്കാനുള്ള ശ്രമത്തിലാണ്. പല ഡിഫറെൻറ്റ് വേയിൽ തിങ്ക് ചെയ്ത് കുറേ കൂടി ഇന്നോവേറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാനുള്ള ശ്രമത്തിലൊക്കെയാണ്. അങ്ങനെ പല പ്രോബ്ലത്തിന് സൊല്യൂഷൻസും അവർ ഫൗണ്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ദാറ്റ് മീൻസ് ഒരു സേഫർ സൈഡിൽ നിന്നും ഒരു സ്ട്രഗ്ലിംഗ് സൈഡിലേക്ക് വരുമ്പോൾ സ്വാഭാവികമായിട്ടും അവർക്കുള്ള പ്രോബ്ലംസ് അവർ തന്നെ സോൾവ് ചെയ്യാനുള്ള ഒരു സിറ്റുവേഷനിലേക്ക് വരികയാണ് ചെയ്യുന്നത്. ഓക്കെ, സോ അതുകൊണ്ടാണ് ഇവിടെ നമുക്ക് പെർഫോമൻസ് ഹൈ ആവുന്നത്. സോ ഇങ്ങനെ ഈ ഗ്രാഫ് വെച്ച് മനസ്സിലാക്കി കഴിയുമ്പോൾ നമുക്കൊരു കാര്യം ഉറപ്പിക്കാൻ പറ്റും, ഒരു ഓർഗനൈസേഷനിൽ പെർഫോമൻസ് ഹൈ ആവണമെങ്കിൽ അതിൽ മോഡറേറ്റ് ലെവലിൽ കോൺഫ്ലിക്റ്റ് വേണം എന്നാണ്. കോൺഫ്ലിക്റ്റ് ഇല്ലാത്തൊരു സിറ്റുവേഷൻ ഉണ്ടാവില്ല, തർക്കങ്ങൾ ഉണ്ടാവണം അല്ലേ. ഇപ്പോൾ ഒരു ഫാമിലിയിലാണെങ്കിലും ഒരു സ്മൂത്ത് റണ്ണിങ് ഫാമിലി ആയിക്കഴിഞ്ഞാൽ അതിലൊരു സുഖമില്ല. അപ്പോൾ അവിടെ എന്തെങ്കിലുമൊക്കെ ചെറിയ തോതിൽ തട്ടലും മുട്ടലും ഉണ്ടാവണം, എന്നാലേ ഫാമിലി മുന്നോട്ട് സുഖകരമായിട്ട് പോവുള്ളൂ. ഓക്കെ, ഇപ്പോൾ അതാണ് ഇവിടെ ഓർഗനൈസേഷനിലും പറഞ്ഞിട്ടുള്ളത്. ഇനി നമ്മുടെ ഈ കോൺഫ്ലിക്റ്റിൻ്റെ സ്റ്റേജസ് അല്ലെങ്കിൽ കോൺഫ്ലിക്റ്റ് പ്രോസസ്സ്, ഇതെപ്പോഴും എസ്ഐ ആയിട്ട് ചോദിക്കുന്നതാണ്. ഇത് പോണ്ടി എന്ന് പറഞ്ഞൊരു ഓഥറാണ് 1967 ഡെവലപ്പ് ചെയ്തത്. ഇദ്ദേഹം ഈ പറയുന്ന സ്റ്റേജസ് ഓഫ് കോൺഫ്ലിക്റ്റ് അല്ലെങ്കിൽ കോൺഫ്ലിക്റ്റ് പ്രോസസ്സിന് 5 സ്റ്റേജസ് ആണ് പറഞ്ഞിട്ടുള്ളത്. അതിനെ നമ്മൾ കോൺഫ്ലിക്റ്റ് എപ്പിസോഡ് എന്നാണ് പറയുക. ലാറ്റൻ കോൺഫ്ലിക്റ്റ് ഡയഗ്രാം പറഞ്ഞിട്ടുണ്ട്. ലാറ്റൻ കോൺഫ്ലിക്റ്റ് അത് കഴിഞ്ഞാൽ പെർസീവ്ഡ് കോൺഫ്ലിക്റ്റ്, ഫെൽറ്റ് കോൺഫ്ലിക്റ്റ്, മാനിഫെസ്റ്റ് കോൺഫ്ലിക്റ്റ്. പിന്നെ ഈ പറയുന്ന മാനിഫെസ്റ്റ് കോൺഫ്ലിക്റ്റ് റെസൊല്യൂഷൻ കഴിഞ്ഞിട്ടാണ് കോൺഫ്ലിക്റ്റ് ആഫ്റ്റർമത്ത് എന്ന് പറഞ്ഞിട്ട് വരുന്നത്. അങ്ങനെ 5 സ്റ്റേജസ് ആണ് കോൺഫ്ലിക്റ്റ് പ്രോസസ്സ് അല്ലെങ്കിൽ സ്റ്റേജസ് വരുന്നത്. ഓക്കെ, നമ്മളുടെ ഈ കോൺഫ്ലിക്റ്റ് സ്റ്റേജിൽ ഏറ്റവും ആദ്യം വരുന്നത് ലാറ്റൻ കോൺഫ്ലിക്റ്റ് ആണ്.
ലാറ്റൻറ്റ് കോൺഫ്ലിക്റ്റ് എന്ന് പറഞ്ഞത് അത്രയും അതിൻ്റെ കാരണം അത്രയും പ്രകടമല്ല, എവിടെയോ ഒളിഞ്ഞു കിടക്കുന്നുണ്ട് എന്നുള്ള രീതിയിൽ വരുന്ന കോൺഫ്ലിക്റ്റാണ്. അപ്പോൾ പല സിറ്റുവേഷനിലും നമ്മൾ ഊഹിച്ചെടുക്കുകയാണ് ഇത് ഇന്ന കാരണം കൊണ്ടാണ് ഈ കോൺഫ്ലിക്റ്റ് വരുന്നതെന്നുള്ളത്. ഓക്കെ, സോ അതിൽ പല രീതിയിലുള്ള കോൺഫ്ലിക്ട്സ് ഉണ്ട്. ചിലപ്പോൾ സ്കാസ് റിസോഴ്സിൻ്റെ കോമ്പറ്റീഷൻ കൊണ്ട് കോൺഫ്ലിക്ട്സ് വരാം, സ്വന്തമായി കാര്യങ്ങൾ ചെയ്യാനുള്ള ത്വര കൊണ്ട് കോൺഫ്ലിക്ട്സ് വരാം, അതുപോലെ തന്നെ വ്യത്യസ്തമായിട്ടുള്ള ഗോൾസ് വരുമ്പോൾ കോൺഫ്ലിക്ട്സ് വരാം, അതുപോലെ തന്നെ ഓരോരുത്തരുടെ റോളുകൾ തമ്മിലുണ്ടായിട്ടുള്ള കോൺഫ്ലിക്ട്സ് വരാം. അപ്പോൾ അതൊക്കെയാണ് ലാറ്റൻ കോൺഫ്ലിക്റ്റ്. അപ്പോൾ ആദ്യം നമുക്ക് ഒരു കോൺഫ്ലിക്റ്റിന് കാരണം ഉണ്ടെന്നറിയാം, പക്ഷെ ആ കാരണം എന്താണെന്ന് യഥാർത്ഥത്തിൽ അറിയാതെ നമ്മൾ അത് ഊഹിച്ചുകൊണ്ട് അത് ഇങ്ങനെ ആയിരിക്കും എന്ന് ഊഹിച്ചുകൊണ്ട് നമ്മൾ സംഘർഷത്തിൽ ഏർപ്പെടുന്നത്, അതാണ് ലാറ്റൻ കോൺഫ്ലിക്റ്റ്. പിന്നെ വരുന്നതാണ് പെർസീവ്ഡ് കോൺഫ്ലിക്റ്റ്. അപ്പോൾ ഈ ലാറ്റൻ കോൺഫ്ലിക്റ്റ് തന്നെ പിന്നീട് പെർസീവ്ഡ് കോൺഫ്ലിക്റ്റ് ആയിട്ട് ഡെവലപ്പ് ചെയ്യുന്നതാണ് പറയുന്നത്. ദറ്റ് മീൻസ് നമുക്ക് അറിയപ്പെടാത്ത കാരണങ്ങൾ പിന്നീട് പതുക്കെ പതുക്കെ അറിഞ്ഞു തുടങ്ങും, അല്ലെങ്കിൽ അതിനോടനുബന്ധിച്ച കാര്യങ്ങൾ നമുക്ക് മനസ്സിലായി തുടങ്ങും. ഓക്കെ, അതാണ് പെർസീവ്ഡ് കോൺഫ്ലിക്റ്റ്. ഫോർ എക്സാമ്പിൾ, ഇപ്പം റോൾ കോൺഫ്ലിക്റ്റ്. ഇപ്പം ഒരു മാനേജർ, ആ മാനേജർക്ക് അയാളുടെ മാനേജർ എന്നുള്ള റോളിൽ നമ്മളോട് ഭയങ്കര ഒരു ഭയങ്കര ഒരു അണ്ടർ എസ്റ്റിമേഷനാണ്. അപ്പം നമുക്ക് തോന്നുന്ന അയാൾ ആ ഒരു അധികാരത്തിൽ വന്നുകൊണ്ട് അതിൻ്റെ ഒരു അഹങ്കാരത്തിലാണ് നമ്മളോട് ബിഹേവ് ചെയ്യണമെന്നുള്ളത്. ഓക്കെ, എന്നിട്ട് നമ്മൾ അങ്ങനെ മനസ്സിൽ കയറിയ, പക്ഷേ യഥാർത്ഥത്തിൽ അങ്ങനെയാണോ നമുക്കറിയില്ല. അയാൾ ആ ഒരു അഹങ്കാരത്തിലാണ് നമ്മളോട് പെരുമാറുന്നത്, നമ്മളെ ഡിപ്രസ് ചെയ്യുന്നതെന്നുള്ളത്. അപ്പോൾ അയാൾ നമ്മളോട് ഓരോ പ്രാവശ്യം പെരുമാറുമ്പോഴും നമ്മൾ മനസ്സിലുള്ളിൽ വിചാരിക്കുന്ന അയാൾക്ക് നമ്മളെ തീരെ ഇഷ്ടമല്ല, ഭയങ്കര വെറുപ്പ്, അതുകൊണ്ട് അയാൾ ഇങ്ങനെ പെരുമാറണേ. അപ്പം നമുക്ക് അത് ആ രീതിയിൽ മനസ്സിലാവുകയാണ് ചെയ്യുക. അതാണ് പെർസീവ്ഡ് കോൺഫ്ലിക്റ്റ്. അതായത് ലാറ്റൻ കോൺഫ്ലിക്റ്റിനോട് അനുബന്ധിച്ച് ഉണ്ടാവുന്ന കാര്യങ്ങൾ വെച്ചുകൊണ്ട് നമ്മൾ ലാറ്റൻ കോൺഫ്ലിക്റ്റിന് ഒരു കാരണം നോക്കിയത് അതങ്ങനെ ശരിയാണ് എന്നുള്ള രീതിയിൽ നമ്മൾ പറയുക. ഓക്കെ, അപ്പോൾ ആ രീതിയിലാണ് പെർസീവ്ഡ് കോൺഫ്ലിക്റ്റ്. അപ്പം അപ്പോൾ രണ്ടുപേരും തമ്മിലുള്ള ഗോൾസിനെ ഓരോരുത്തരും തടസ്സം ചെയ്യുക ഈ പെർസീവ്ഡ് കോൺഫ്ലിക്റ്റ് വരുമ്പോൾ. ഓക്കെ, ചിലപ്പോൾ ലാറ്റൻ കോൺഫ്ലിക്റ്റ് ഇല്ലാതെ നേരിട്ട് തന്നെ പെർസീവ്ഡ് കോൺഫ്ലിക്റ്റ് വരാം, അങ്ങനെയും വരുന്നതുണ്ട്. അപ്പോൾ ഇത് ശരിക്കും ഈ പെർസീവ്ഡ് കോൺഫ്ലിക്റ്റ് ഇങ്ങനെ വരുമ്പോൾ തെറ്റിദ്ധാരണയാണ് ഉണ്ടാവുക. അപ്പോൾ ഈ തെറ്റിദ്ധാരണകൾ മനസ്സിലാക്കാനായിട്ട് നമ്മൾ ശരിക്കും നല്ല രീതിയിൽ കമ്മ്യൂണിക്കേഷൻ നടത്തിയാൽ ആ കോൺഫ്ലിക്റ്റ് മാറും. പിന്നെ വരുന്നത് ഫെൽറ്റ് കോൺഫ്ലിക്റ്റാണ്. റിയലായിട്ട് നമ്മൾ റെക്കഗ്നൈസ് ചെയ്യുന്ന കോൺഫ്ലിക്റ്റാണ്, അതാണ് ഫെൽറ്റ് കോൺഫ്ലിക്റ്റ്. അപ്പോൾ ലാറ്റൻ കോൺഫ്ലിക്റ്റിൽ വെറുതെ ഊഹമായിരുന്നു, പെർസീവ് കോൺഫ്ലിക്റ്റിൽ നമുക്ക് അവിടെ ഇവിടെ നിന്ന് ചെറുതായിട്ട് സൂചന കിട്ടി, ഫെൽറ്റ് കോൺഫ്ലിക്റ്റിൽ നമ്മൾ റിയലായിട്ടും ആ കോൺഫ്ലിക്റ്റ് മനസ്സിലാക്കി എടുക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ ഇവിടെ ഒരു എക്സാമ്പിൾ പറയുന്നത്, എയും ബിയും തമ്മിൽ ചില പർട്ടിക്കുലർ പോളിസീസായിട്ട് സീരിയസ് ആയിട്ടുള്ള ആർഗ്യുമെൻറ്റ്സ് ഉണ്ട്. ഓക്കെ, പക്ഷേ എയ്ക്ക് അതിനെക്കുറിച്ച് യാതൊരു ടെൻഷനോ ആങ്ഷ്യസ്നെസ്സോ ഒന്നുമില്ല. ഓക്കെ, അപ്പം അങ്ങനെ ഒരു ആർഗ്യുമെൻ്റ് ഉള്ളത് കൊണ്ട് എ എന്ത് ചെയ്യുന്നില്ല, എയ്ക്ക് ബിയോടുള്ള അഫെക്ഷനിൽ യാതൊരു മാറ്റം കൊണ്ടുവരുന്നില്ല. അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്, പക്ഷേ നമ്മൾ ഒരേപോലെ ജോലി ചെയ്യുന്നവരാണെന്നുള്ളൊരു കൺസിഡറേഷനിൽ പോവുകയാണ്. ഓക്കെ, അപ്പോൾ ഫെൽറ്റ് കോൺഫ്ലിക്റ്റാണ്. അത് ശരിക്കും യഥാർത്ഥത്തിൽ ആ രീതിയിൽ പെരുമാറുമ്പോഴാണ് അത് മനസ്സിലാവുന്നത്. ഓക്കെ, ഇപ്പോൾ ഈ പറയുന്ന കോൺഫ്ലിക്റ്റ്, ഓക്കെ, ഫെൽറ്റ് കോൺഫ്ലിക്റ്റിലാണ് ശരിക്കും കോൺഫ്ലിക്റ്റ് ഉണ്ടെന്നുള്ളത് മനസ്സിലാക്കുന്നത്. അപ്പം ആ ഫെൽറ്റ് കോൺഫ്ലിക്റ്റിൽ പലപ്പോഴും ആൾക്കാർ ആ കോൺഫ്ലിക്റ്റിനെ പേഴ്സണലൈസ് ചെയ്യും. അപ്പോൾ ഈ പേഴ്സണലൈസ് ചെയ്യുമ്പം അത് ആവശ്യമില്ലാത്ത രീതിയിൽ അതിനെ വളച്ചൊടിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ആ കോൺഫ്ലിക്റ്റിൻ്റെ വീര്യത കുറയാണ് ചെയ്യുക, ആ കോൺഫ്ലിക്റ്റിൻ്റെ യഥാർത്ഥം കുറയാണ് ചെയ്യുക. അപ്പോൾ അതിന് രണ്ട് റീസൺസാണ് പറയുന്നത്. ശരിക്കും സ്ഥായിയല്ലാത്ത ഡിമാൻഡ്സ്, ശരിക്കും നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്ത രീതിയിൽ ഡിമാൻഡ്സ് ഈ ഓർഗനൈസേഷനോട് ഉന്നയിക്കുമ്പോൾ, ഓക്കെ, അപ്പം ഈ പറയുന്ന ചിലപ്പോൾ ഓർഗനൈസേഷൻ്റെ പുറത്തുള്ള എന്തോ പ്രഷർ കൊണ്ടായിരിക്കും അങ്ങനെ ഒരു ശരിക്കും കാര്യകാരണമല്ലാത്ത ഡിമാൻഡ് ഉന്നയിക്കുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ചുമ്മാ പെരുപ്പിച്ച് കാണുന്ന രീതിയിലുള്ള കോൺഫ്ലിക്ട്സ് ആയിരിക്കും. അപ്പോൾ അതിൽ ശരിക്കും വലിയ കഥയൊന്നും ഉണ്ടാവില്ല. പിന്നെ അതുപോലെ തന്നെ ചില ആൾക്കാരുടെ പേഴ്സണാലിറ്റി, അവരുടെ ആ റിലേഷൻഷിപ്പ് ഇൻവോൾവ് ചെയ്തിട്ടുള്ള റിലേഷൻഷിപ്പ് വെച്ചിട്ട് അവർ കോൺഫ്ലിക്റ്റിനെ പേഴ്സണലൈസ് ചെയ്യും. അങ്ങനെ പേഴ്സണലൈസ് ചെയ്യുമ്പോഴും അതിന് വലിയ കാര്യഗൗരവം ഉണ്ടാവാതെ വരാറുണ്ട്. ഓക്കെ, അപ്പോൾ അതാണ് ഈ ഒരു ഫെൽറ്റ് കോൺഫ്ലിക്റ്റ് ഉണ്ടാവുന്ന സാഹചര്യം. ഇനി മാനിഫെസ്റ്റ് കോൺഫ്ലിക്റ്റിൽ ശരിക്കും രണ്ട് പാർട്ടീസ് തമ്മിൽ സംഘർഷത്തിലേക്ക് ഏർപ്പെടുന്നൊരവസ്ഥയാണ് വരുന്നത്. ഓക്കെ, അവർ കൂടുതലായിട്ട് വാഗ്വാദങ്ങളിൽ ഏർപ്പെടുന്നു, അല്ലെങ്കിൽ അവർ തമ്മിൽ വലിയ ഒരു
പുച്ഛമനോഭാവത്തോട് കാണുക, അല്ലെങ്കിൽ അക്രമാസക്തരായിട്ട് സാധനങ്ങൾ നശിപ്പിക്കാനൊക്കെ ഉള്ള ഒരു ടെൻഡൻസി ഫോം ചെയ്യുക, ഒബീഡിയൻസ് റൂള് അതൊന്നും ഫോളോ ചെയ്യാതിരിക്കുക. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള രീതിയിൽ വയലൻസ് സാധാരണ മാനിഫെസ്റ്റ് കോൺഫ്ലിക്റ്റിൽ കുറവേ ഉണ്ടാവുള്ളൂ, റെയറായിട്ടാണ് വരുന്നത്. പക്ഷേ എങ്കിലും അധികം മിക്കവാറും ലെസ് വയലൻ്റ് ആയിട്ടായിരിക്കും മാനിഫെസ്റ്റ് കോൺഫ്ലിക്റ്റിൽ ആൾക്കാർ പെരുമാറുന്നത്. ഇപ്പോൾ നമുക്ക് ഈ പറയുന്ന കോൺഫ്ലിക്റ്റ് മാനിഫെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ, ശരിക്കും യഥാർത്ഥത്തിൽ സംഘർഷം ഉണ്ടായിക്കഴിഞ്ഞാൽ അതിൻ്റെ നെക്സ്റ്റ് വരുന്ന കോൺഫ്ലിക്റ്റ് റെസൊല്യൂഷനാണ്. അതെങ്ങനെ സോൾവ് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ആ റെസൊല്യൂഷൻ അനുസരിച്ചാണ് നമ്മുടെ 5th സ്റ്റേജ് കോൺഫ്ലിക്റ്റ് ആഫ്റ്റർമത്ത് വരുന്നത്. ഇതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മൾ കോൺഫ്ലിക്റ്റ് നല്ല രീതിയിലാണ് സെറ്റിൽ ചെയ്തത്, എല്ലാ പാർട്ടിസിപ്പൻസിനും സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള രീതിയിലാണ് സെറ്റിൽ ചെയ്തതെന്നുണ്ടെങ്കിൽ പിന്നീട് ആ രീതിയിലുള്ള കോൺഫ്ലിക്ട്സ് പിന്നീട് ഉണ്ടാവാനുള്ള സാധ്യത കുറവാണ്. പിന്നീട് ഈ പറയുന്ന 2 പാർട്ടീസ് തമ്മിൽ അവരുടെ റിലേഷൻഷിപ്പ് കുറേ കൂടി സ്ട്രോങ് ആക്കാനുള്ള രീതിയിലായിരിക്കും ഉദ്ദേശിക്കുന്നത്. പക്ഷേ നമ്മളുടെ കോൺഫ്ലിക്റ്റ് നല്ല രീതിയിലല്ല സോൾവ് ചെയ്യപ്പെട്ടത്, ശരിക്കും 2 വ്യക്തികൾ തമ്മിൽ ആ കോൺഫ്ലിക്റ്റ് സപ്രസ് ചെയ്യപ്പെടുകയാണ്. ഓക്കെ, അപ്പോൾ ആ ഒരു രീതിയിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ ഓട്ടോമാറ്റിക്കലി ആ കോൺഫ്ലിക്റ്റ് ആഫ്റ്റർമത്തിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ലേറ്റൻ കോൺഫ്ലിക്റ്റ് അത് വീണ്ടും പൂർവാധികം ശക്തിയോട് കൂടിയിട്ട് ഡെവലപ്പാവും. ഓക്കെ, അപ്പോൾ മനസ്സിൽ കിടക്കും ആ ഒരു കറ, ആ കോൺഫ്ലിക്റ്റിൻ്റെ ആ സംഘർഷം മനസ്സിൽ ഇങ്ങനെ കിടക്കുന്നുണ്ടാവും. പിന്നെ ഒരു സാഹചര്യം വരുമ്പോൾ അത് വീണ്ടും പുറത്തേക്ക് വരാനുള്ള ഒരു ടെൻഡൻസി ആയിരിക്കും കാണിക്കുക. അപ്പോൾ അങ്ങനെയാണ് നമ്മുടെ കോൺഫ്ലിക്റ്റ് ആഫ്റ്റർമത്ത് വരുന്നത്. ഓക്കെ, അപ്പോൾ അങ്ങനെ 5 സ്റ്റേജിലൂടെ നമ്മുടെ കോൺഫ്ലിക്റ്റ് കംപ്ലീറ്റായി പോവുകയാണ് ചെയ്യുന്നത്.